അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരം മെഡിക്കൽ കോളേജ് യൂണിയൻ പിടിച്ചെടുത്ത് KSU MSF മുന്നണി. 15-ൽ 12 സീറ്റും KSU MSF സഖ്യത്തിന്. 3 സീറ്റിൽ SFI എതിരില്ലാതെ നേടിയിരുന്നു. KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KP സജിത്തുലാൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. KPCC മെമ്പർ റിജുൽ മക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി രാമപുരത്ത് കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നുണ്ടായ ആസിഡ് ചോർച്ച പരിഹരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ ടാങ്കർ ലോറിയുടെ വാൾവടച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്ത് പോലീസ്. ചെറുപുഴ ഭൂതാനത്ത് ക്യാൻസർ രോഗിയായ അമ്മയെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ച മകൻ പോലീസ് കസ്റ്റഡിയിൽ. മാതാവായ നാരായണിയെ കൊല്ലാൻ ശ്രമിച്ചത് മകൻ കോട്ടയിൽ സതീഷ്. വിശദമായ വാർത്തകളിലേക്ക്. 30 വർഷങ്ങൾക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ KSU MSF സഖ്യത്തിന് ചരിത്ര വിജയം. 15-ൽ 12 സീറ്റ് KSU MSF സഖ്യത്തിന്. 3 സീറ്റിൽ SFI എതിരില്ലാതെ നേടിയിരുന്നു. ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടന്ന 12-ൽ 12 സീറ്റും KSU MSF സഖ്യം തന്നെ നേടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മെഡിക്കൽ കോളേജ് രൂപീകരിച്ചതു മുതൽ SFI പ്രതിനിധികളാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്യാമ്പസിൽ KSU MSF യൂണിറ്റുകൾ രൂപീകരിച്ചിരുന്നു. 15-ൽ 14 സീറ്റുകളിൽ KSU MSF സഖ്യം നാമനിർദ്ദേശ പത്രിക നൽകി. സൂക്ഷ്മ പരിശോധനയിൽ 2 പത്രികകൾ തള്ളിയതോടെ 2 ബാച്ച് പ്രതിനിധി സ്ഥാനത്തും സ്പോട്ട് പ്രതിനിധി സ്ഥാനത്തേക്കും SFI പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ബാക്കിയുള്ള 12 സീറ്റുകളിൽ ശനിയാഴ്ച നടന്ന വാശിയേറിയ മത്സരത്തിൽ KSU MSF സഖ്യം 12 സീറ്റുകളിലും വിജയിച്ചു. ചെയർമാൻ സ്ഥാനത്തേക്ക് മുഹമ്മദ് ഹാഷിം മുനീറും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹുസ്നുൽ മുനീറും വിജയിച്ചു. പിണറായി സർക്കാരിനെതിരായിട്ട് കലാലയ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്ന അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥി രോഷത്തിന്റെ പ്രതിഫലനമാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UDSFന്റെ കരുത്തരായ വിദ്യാർത്ഥി സാരഥികൾ നേടിയെടുത്തിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയം. ഈ വിജയത്തിൽ വിജയശ്രീലാതരായിട്ടുള്ള മുഴുവൻ സാരഥികളെയും UDFന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, മുസ്ലിം ലീഗ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയംഗമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ CPMന്റെ ശവപ്പെട്ടിക്ക് അടിക്കുന്ന അവസാനത്തെ ആണിയാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ UDSF നേടിയ വിജയം. ചരിത്രത്തിലാദ്യമായി പരിയാരം മെഡിക്കൽ കോളേജ് ജനാധിപത്യത്തിൻ്റെ വസന്തം പൂത്തുലഞ്ഞിരിക്കുകയാണ്. മുല്ലപ്പൂ വസന്തം പോലെ പരിയാരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ SFI എന്ന് പറയുന്ന ഏകാധിപത്യ പ്രസ്ഥാനത്തെ ചവിട്ടിക്കൂട്ടി ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ 6 അടി മണ്ണിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു. CPM ഈ നാട്ടിൽ നടത്തിക്കൊണ്ട് ഏകാധിപത്യത്തിൻ്റെ ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഏറ്റ കനത്ത തിരിച്ചടിയാണ് പരിയാരം മെഡിക്കൽ കോളേജ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിക്ക് ശേഷം കലാലയങ്ങൾ ഓരോന്നോരോന്നായി SFIയെ ചവിട്ടിപ്പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കവാടത്തിൽ വെച്ച് സ്വീകരണം നൽകിയ ശേഷം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, KPCC മെമ്പർ റിജുൽ മാക്കുറ്റി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി, KSU ജില്ലാ പ്രസിഡന്റ് അതുൽ MC, MSF ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയപാതയിലൂടെ ആനയിച്ച് ആഹ്ലാദ പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പഴയങ്ങാടി രാമപുരത്ത് കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നുമുണ്ടായ ആസിഡ് ചോർച്ച പരിഹരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ ടാങ്കർ ലോറിയുടെ വാൾവടച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. പഴയങ്ങാടി രാമപുരത്ത് കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നുമുണ്ടായ ആസിഡ് ചോർച്ച പരിഹരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ ടാങ്കർ ലോറിയുടെ വാൾവടച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് പഴയങ്ങാടി രാമപുരത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പോകുന്ന ടാങ്കർ ലോറിയുടെ വാൾവിലൂടെ ആസിഡ് ചോർന്നത്. ആസിഡ് ചോർച്ച കാരണം പരിസരത്തെ വീടുകളിലുള്ളവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഇവരെ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. സുരക്ഷ മുൻനിർത്തി സമീപത്തെ വീടുകളിലുള്ളവരെയും മാറ്റിയിരുന്നു. അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ആസിഡ് ചോർച്ചയുണ്ടായ സംഭവത്തിൽ ടാങ്കർ ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴ ഭൂതാനത്ത് ക്യാൻസർ രോഗിയായ അമ്മയെ കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച മകൻ കസ്റ്റഡിയിൽ. വെള്ളിയാഴ്ചയാണ് സംഭവം. ചെറുപുഴ ഭൂതാനത്തെ കോട്ടയിൽ സതീഷാണ് മാതാവായ നാരായണിയെ കൊല്ലാൻ ശ്രമിച്ചത്. ഈ സമയം സതീഷും അമ്മ നാരായണിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സതീഷ് തന്നെയാണ് അമ്മ മരിച്ചെന്ന് കരുതി അയൽക്കാരെ വിളിച്ച് അമ്മയ്ക്ക് സുഖമില്ലെന്ന വിവരം അറിയിച്ചത്. നാട്ടുകാർ ഓടിയെത്തിയ ഉടൻ തന്നെ നാരായണിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിനിടയിലാണ് നാരായണി മകനാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിയിച്ചത്. ചെറുപുഴ SHO TP ദിനേശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശനിയാഴ്ച രാവിലെ സതീഷിനെ അറസ്റ്റ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KP സജിത് ലാൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. KPCC മെമ്പർ റിജുൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി കൊള്ളയും കൊലയും നടത്തുന്ന സംഘമായി മാറിയെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് P ജയരാജനാണെന്നും കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി. KSU ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന KP സജിത് ലാലിന്റെ 29ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്ന അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ യുവതലമുറയെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുകയും പിന്നീട് അവരെ കൊടും ക്രിമിനലുകളായി വളർത്തുകയാണ് CPM ചെയ്യുന്നത്. മനു തോമസ് തുറന്നു പറഞ്ഞത് ഗൗരവമേറിയ വിഷയമാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും റിജുൽ മാക്കുറ്റി ആവശ്യപ്പെട്ടു. SFI ഗുണ്ടകളുടെ സംഘടനയായി മാറി. കലാലയങ്ങളിൽ നിന്നും SFI സംഘത്തെ വിദ്യാർത്ഥികൾ ചവറ്റുകൊട്ടയിലേക്ക് തള്ളുന്ന കാഴ്ചയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് പരിയാരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ UDSFന്റെ വിജയമെന്നും റിജുൽ മാക്കുറ്റി കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞിരുന്നു, സുഹൈബിനെ കൊന്ന ജയരാജ, നിന്റെ രാഷ്ട്രീയ അന്ത്യമാണ് ഈ കണ്ണൂരിന്റെ മണ്ണിൽ ആരംഭിക്കാൻ പോകുന്നത്. അന്ത്യത്തിന്റെ തുടക്കമാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലോടുകൂടി ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. എത്ര ചെറുപ്പക്കാരെ കാലപുരിക്കയച്ചവരാണ്. സുഹൈബിനെ, ഷുക്കൂറിനെ, നിരപരാധികളായ എത്രയോ ചെറുപ്പക്കാരെ അരിഞ്ഞു വീഴ്ത്തിയവൻ, ആളെ കൊല്ലാൻ ഒരു മടിയില്ലാത്ത രാക്ഷസനായ ഈ തമ്മാടി, ആ തമ്മാടി കള്ളനാണെന്ന്, കൊള്ളക്കാരനാണെന്ന്, സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവനാണെന്ന്, മകനും സ്വർണ്ണക്കള്ളക്ക നടത്തുന്നവനാണെന്ന്, മകൻ കോപ്പി മാഫിയ തലവനാണെന്ന് DYFയുടെ നേതാവ് വിളിച്ചു പറയുമ്പോ ജയരാജ, സുഹൈബിന്റെ വധത്തോടുകൂടി നിന്റെ രാഷ്ട്രീയ അന്ത്യം CPM-നകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് MC അതുൽ അധ്യക്ഷനായി. നേതാക്കളായ P മുഹമ്മദ് ഷമാസ്, സനോജ് കരുവാട്ടൂർ, ആകാശ് ഭാസ്കർ, ആദർശ് മാങ്ങാട്ടിടം, അർജുൻ കോറം, ഹരികൃഷ്ണൻ പാളാട്, മുഹമ്മദ് റാഹിബ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്യായമായി കോർട്ട് ഫീ വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ പയ്യന്നൂർ ബാറിലെ അഭിഭാഷകർ പയ്യന്നൂരിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം നടത്തി. VP അപ്പുക്കുട്ട പൊതുവാൾ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് നീതി നിഷേധമാകും വിധം നീതിന്യായ സേവനങ്ങൾക്ക് ഫീസ് നിശ്ചയിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണെന്ന് പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും പത്മശ്രീ ജേതാവുമായ VP അപ്പുക്കുട്ട പൊതുവാൾ അഭിപ്രായപ്പെട്ടു. അന്യായമായ കോർട്ട് ഫീ വർദ്ധിപ്പിച്ച നടപടി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും വർദ്ധിപ്പിച്ച കോർട്ട് ഫീ പിൻവലിപ്പിക്കുന്നതിനും പയ്യന്നൂർ ബാറിലെ സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് KK ശ്രീധരൻ, അഡ്വക്കേറ്റ് M രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം പയ്യന്നൂരിലെ പൗരസമൂഹത്തിന്റെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.
അഡ്വക്കേറ്റ് സി നാരായണൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, അഡ്വക്കേറ്റ് കെ വേണുഗോപാൽ, അഡ്വക്കേറ്റ് പി പ്രഭാകരൻ, അഡ്വക്കേറ്റ് എം കെ രഞ്ജിത്ത്, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് പി സുരേഷ്, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരി രജനി വെള്ളോറ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പയ്യന്നൂർ ബാറിലെ സീനിയർ അഡ്വക്കേറ്റ് ക്ലർക്ക് പി യു ദാമോദര പൊതുവാൾ സത്യാഗ്രഹികൾക്ക് നാരങ്ങ നീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അപകടാവസ്ഥയിലായ താവം മേൽപ്പാലത്തിലെ കുഴിയിൽ കടലാസ് തോണിയൊഴുക്കി യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ ഉദ്ഘാടനം ചെയ്തു. താവം മേൽപ്പാലത്തിലെ കുഴികൾ നിരവധി അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. കുഴികളടക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് വ്യത്യസ്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. പഴയങ്ങാടിയിൽ നിന്ന് പ്രകടനമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താവം റെയിൽവേ മേൽപ്പാലത്തിലേക്ക് എത്തിയത്. തുടർന്ന് പാലത്തിലെ കുഴികളിൽ കടലാസ് തോണിയിറക്കി പ്രതിഷേധിച്ചു. സമരം യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് പുത്തൻപുരയിൽ രാഹുൽ ഉദ്ഘാടനം ചെയ്തു. മിഥുൻ കുളപ്പുറം, വിജേഷ് മാട്ടൂൽ, NE നിതിൻ, സിബിൻ ചൂട്ടാട്, ശ്രീരാഗ ബാബു, ശോഭിത്ത് ഏഴോം, സരീഷ് പുത്തൂർ, അജേഷ് കട്ടക്കുളം, റൈഗൺ ഇ, ജിജേഷ് ചൂട്ടാട് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുതാഴം കുരുമുളക് ഉൽപാദക കമ്പനിയുടെയും കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംസ്ഥാന കൃഷി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കുരുമുളക് കൃഷി ശില്പശാല സംഘടിപ്പിച്ചു. ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല എം വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. കുരുമുളകിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനും ശാസ്ത്രീയ വിള പരിപാലന രീതികൾ വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി ചെറുതാഴം കുരുമുളക് ഉൽപാദന കമ്പനിയുടെ നേതൃത്വത്തിൽ കൃഷി വിജ്ഞാൻ കേന്ദ്രം കണ്ണൂർ, സംസ്ഥാന കൃഷി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. എം വിജയൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കറുത്ത പൊന്ന് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ നീണ്ട വിദേശാധിപത്യത്തിനകത്തേക്ക് നമ്മുടെ രാജ്യം കടക്കുന്നതിൽ കറുത്ത പൊന്ന് തേടിയുള്ള യാത്രയുമുണ്ട് എന്ന് ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കുരുമുളകിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ റോമാ സാമ്രാജ്യകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോയ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം കുരുമുളകായിരുന്നു. അത്രമാത്രം പ്രാധാന്യം നൂറ്റാണ്ടുകൾക്ക് മുന്നേ കുരുമുളകിനുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി വിജ്ഞാൻ കേന്ദ്രം മേധാവി ഡോക്ടർ P ജയരാജ് പദ്ധതി വിശദീകരണവും നബാർഡ് DDM ജിഷിമോൻ മുഖ്യപ്രഭാഷണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, കുരുമുളക് സൊസൈറ്റി പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, ചെറുതാഴം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രമോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 200-ലധികം കർഷകർ പങ്കെടുത്ത ചടങ്ങിൽ ചെറുതാഴം കുരുമുളക് കമ്പനി ചെയർമാൻ VV മനോജ് കുമാർ, കമ്പനി MD ദാമോദരൻ എന്നിവർ സംസാരിച്ചു. കൃഷി വിജ്ഞാൻ കേന്ദ്രം ശാസ്ത്രജ്ഞരായ ഡോക്ടർ പാർവതി, ഡോക്ടർ മഞ്ജു എന്നിവർ വിവിധ വിഷയങ്ങളിൽ കർഷകരുമായി സംവദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് പഴയങ്ങാടി മുട്ടത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. കെട്ടിടത്തിന്റെ ഉൾഭാഗം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. മരുന്നുകൾ സൂക്ഷിക്കുന്നത് പോലും പരിമിതമായ സൗകര്യത്തിൽ. പാലക്കോട്, എട്ടിക്കുളം, വെള്ളച്ചാൽ, മുട്ടം, വെങ്ങര തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് മുട്ടത്തെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെയാണ്. പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ കേന്ദ്രം. എന്നാൽ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് ഇന്നീ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ മഴ പെയ്താൽ ബക്കറ്റ് വയ്ക്കേണ്ട അവസ്ഥയാണ്. മരുന്നുകൾ സൂക്ഷിക്കുന്നതും പരിമിതമായ സൗകര്യത്തിൽ തന്നെ. ഇവിടെയും മഴ പെയ്താൽ ചോർന്നൊലിക്കുമെന്ന അവസ്ഥയാണ്. ഒപ്പം ജനറേറ്റർ സൗകര്യം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ഇപ്പം ഉള്ളിൽ ലാബിൽ പോകുമ്പോൾ വെള്ളം ചോർച്ചയാണ്. ഈ കാട ബക്കറ്റിലും വെച്ചിട്ടുണ്ട്. ബക്കറ്റെല്ലാം വെച്ചിട്ടേ ഉള്ളത്. സൗകര്യങ്ങളും ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. അത്ര ഇനിയും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഇവിടെ ഇല്ല. ഒരുപാട് വർക്കും കാര്യങ്ങൾ നടക്കുന്നത് കാണുന്നുണ്ട്. കുറേ ആയിട്ട് ഈ വർക്കെല്ലാം നടക്കുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും പൂർത്തിയായിട്ട് കാണുന്നില്ല.
ഓരോ ആഴ്ച വരുമ്പോൾ ഓരോരോ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഒരു വരുന്നവർക്ക് ഒരു തൃപ്തിയാകുന്ന രീതിയിലുള്ള ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല. ജനറേറ്റർ ഇല്ലാത്തതിനാൽ ഫ്രീസറിൽ മാത്രം സൂക്ഷിക്കേണ്ട മരുന്നുകൾ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കേണ്ട ഗതികേടിലാണിപ്പോൾ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയെങ്കിലും ഇനിയും പ്രഖ്യാപനം വന്നിട്ടില്ല. ആവശ്യമായ സൗകര്യം അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ആരോഗ്യ കേന്ദ്രത്തിന് ചുറ്റും വെള്ളം കെട്ടിനിൽക്കുന്നുണ്ട്. ഇത് മറ്റു പല അസുഖങ്ങളും വരാൻ ഇടയാക്കിയേക്കാം. നിലവിൽ നടക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കി ആരോഗ്യ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട സൗകര്യം ലഭ്യമാക്കണമെന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വീടിനു സമീപം റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾ തകർത്തതായി പരാതി. ചട്ട്യോൾ കോടന്നൂരിലെ MV മനോജിന്റെ വാഹനങ്ങളാണ് വീടിന് സമീപത്ത് വച്ച് തകർത്തത്. ചട്ട്യോൾ കോടന്നൂരിൽ വീടിന് സമീപത്ത് റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ് തകർത്തത്. കോടന്നൂരിലെ MV മനോജിന്റെ ടവേര, ഓട്ടോറിക്ഷ എന്നീ വാഹനങ്ങൾക്ക് നേരെയാണ് അക്രമം നടന്നത്. ടവേരയുടെ പിറകുവശത്തെ ഗ്ലാസും ഓട്ടോറിക്ഷയുടെ മുൻവശത്തെ ഗ്ലാസും അക്രമത്തിൽ തകർന്നു. രാവിലെ മനോജ് വാഹനം കഴുകാനെത്തിയപ്പോഴാണ് വാഹനങ്ങൾ തകർത്തതായി കണ്ടത്. രാവിലെ ഒരു 9:30 കൂടിയിട്ട് ഞാൻ വണ്ടി കഴുകാൻ വേണ്ടി വന്ന സമയത്താണ് കാണുന്നത്. ഇതാണ് ആദ്യം കണ്ടത്. ഇങ്ങനെ കൂട്ടി തേങ്ങ വീണാന്ന് ആദ്യം വിചാരിച്ചിന്. അപ്പോൾ പിന്നെ നോക്കി ഇവിടെ ഒന്നും തേങ്ങ ഒന്നും വീഴാനില്ല. അപ്പോൾ എറിഞ്ഞതാണെന്ന് വിചാരിച്ച് നോക്കിയ സാധനങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഓട്ടോറിക്ഷ കാണുന്നത്. ഓട്ടോറിക്ഷ ഗ്ലാസും പൂട്ടിയിട്ടാണത്. അപ്പോൾ അടിച്ചു പൊളിച്ച് തന്നെയാണ് ഉറപ്പിനെ ആരോ അടിച്ചു പൊളിച്ചത്. പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കുടുംബശ്രീ ജില്ലാ മിഷൻ പയ്യന്നൂർ നഗരസഭ CDSന്റെ ആഭിമുഖ്യത്തിൽ കിതാബിൽ 100 കഥാസാരം പയ്യന്നൂർ മേഖലാതല പരിപാടി നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത്. ആഴ്ചയിൽ ഒത്തുകൂടുകയും വരിസംഖ്യ വെച്ചുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ഗവൺമെൻറ് തലത്തിൽ ആവിഷ്കരിക്കുകയും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുകയും ചെയ്യുന്ന പദ്ധതികളാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ നടപ്പിലാക്കിയത്. തുടർന്ന് സാമ്പത്തികപരമായിട്ട് ഭദ്രത നമ്മൾ പൂർണ്ണമായും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വന്നില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്കതിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര താരം ഉഷ പയ്യന്നൂർ മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. 15 പഞ്ചായത്തുകളിൽ നിന്നായി പങ്കെടുത്ത കുടുംബശ്രീ CDS അംഗങ്ങൾ അവരുടെ വായനാനുഭവങ്ങൾ പങ്കുവച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ബാലൻ, C ജയ, കൗൺസിലർമാരായ M ആനന്ദൻ, KU രാധാകൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, CDS ചെയർപേഴ്സൺ PP ലീല, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി രേഖ M, സ്നേഹിതാംഗം ഭവിത P എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാട്ടൂൽ സൗത്തിൽ രൂക്ഷമായ കടലാക്രമണത്തിൽ തകർന്ന റോഡിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നു. 3 വർഷം മുൻപ് തുടങ്ങിയ കടൽഭിത്തി നിർമ്മാണം ഇനിയും എങ്ങുമെത്തിയില്ല. മാട്ടൂൽ തീരദേശ പ്രദേശമായ മാട്ടൂൽ സൗത്തിൽ രൂക്ഷമായ കടലാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 100 മീറ്ററോളം തീരദേശ റോഡ് തകരുകയും വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടുകയും ചെയ്തു. ഇതോടെ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചതിനാൽ പ്രദേശത്തെ വീടുകളും വെള്ളക്കെട്ടിലാണ്. സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാലാണ് വൻതോതിൽ വെള്ളം അടിച്ചു കയറുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. തെങ്ങുകൾ പലതും കടപുഴകി വീണിട്ടുണ്ട്. മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖഫൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ C സൈന, പഞ്ചായത്ത് അംഗം KE സമീറ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് നസീർ B മാട്ടൂൽ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. നേരത്തെ സർക്കാർ ഇടപെട്ട് ഇവിടെ കടൽഭിത്തി നിർമ്മാണത്തിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ കരാറുകാരുടെ അനാസ്ഥ കാരണം നിർമ്മാണം എങ്ങുമെത്തിയില്ല. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിനു കാരണമെന്നും കടൽഭിത്തി നിർമ്മാണം ഇനിയെങ്കിലും ഉടനടി പൂർത്തിയാക്കണമെന്നും പഞ്ചായത്ത് അംഗം ഇസ്മീറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ എന്നിവർ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത അക്കാദമി അവാർഡ് നേടിയ തുള്ളൽ കലാകാരൻ TV രത്നകുമാറിനെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത അക്കാദമി അവാർഡ് നേടിയ തുള്ളൽ കലാകാരൻ TV രത്നകുമാറിനെ ആദരിച്ചു.
രത്നകുമാറിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ വച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ രംഗത്തെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒട്ടേറെ തിന്മകൾക്കെതിരെ കൃത്യമായി തുള്ളലിലൂടെ എങ്ങനെയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു കലാകാരനാണ് ശ്രീ രത്നകുമാർ. തീർച്ചയായും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി K ദിനേശൻ, P രമേശൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് വ്യാപാര യൂണിറ്റുകളിൽ നടത്തുന്ന ഈസി പർച്ചേസിൽ ആദ്യ നറുക്കെടുപ്പിന്റെ സമ്മാന വിതരണം ചെയ്തു. ബാങ്ക് പരിസരത്ത് നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് വ്യാപാര യൂണിറ്റുകളിൽ നിന്ന് ഹയർ പർച്ചേസ് നടത്തുന്നതിനും 25 മാസ തവണകളായി നിക്ഷേപിക്കുന്നവർക്ക് പലിശരഹിതമായി 25,000 രൂപ വില വരുന്ന സാധനങ്ങൾ മുൻകൂറായി വാങ്ങുന്നതിനും കഴിയുന്ന സ്കീമാണ് ഈസി പർച്ചേസ്. ഇതിന്റെ ആദ്യ നറുക്കെടുപ്പ് വിജയി വലയമ്പാടിയിലെ MV വിനോദിന് 43 ഇഞ്ച് LED TV ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് നൽകി ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായി ഈസി പർച്ചേസ് തുടങ്ങിയത്. ഈ വർഷം വീണ്ടും അത് പുനരാരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാരും ബാങ്ക് ജീവനക്കാരാകെയും വളരെ സജീവമായി തന്നെ ഈ ഈസി പർച്ചേസ് സ്കീമിൽ അംഗങ്ങളെ ചേർക്കുന്നതിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഓരോ പ്രദേശത്തും നമ്മുടെ ബാങ്കിന്റെ ജീവനക്കാർ എത്തി ആൾക്കാരെ ചേർത്തിട്ടുണ്ട്. സെക്രട്ടറി EP അനിൽ സ്വാഗതം പറഞ്ഞു. PV ശാരദ, VP മോഹനൻ, P രവീന്ദ്രൻ, M ശാരദ, P ശ്യാമള, M അനിൽകുമാർ, M പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ പുതിയ മാതൃകയുമായി കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EV ലേജു സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പ്രസിഡന്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാലയത്തിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും അതുപോലെ കൂട്ടുകാരുടെയും വിദ്യാലയത്തിൻ്റെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മളെ പൗരന്മാരായി ഇവിടെ ഇരിക്കുന്ന നമ്മളെ മക്കുട്ടികൾ. അതിൽ ലീഡറുണ്ട്, ഡെപ്യൂട്ടി ലീഡറുണ്ട്, ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്, സാംസ്കാരിക മന്ത്രിയുണ്ട്, ശുചിത്വ വകുപ്പ് മന്ത്രിയുണ്ട്, കായിക മന്ത്രി. വിദ്യാലയത്തിന്റെ എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും കൂട്ടുകാരുടെയും വിദ്യാലയത്തിന്റെയും ഗവൺമെന്റ് UP സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജുവിനു മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തു. സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്ത AN അനൻവേദന പ്രസിഡന്റ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മന്ത്രിമാരായ നദാൻ കൃഷ്ണ, MV അൻവിത KR, ആരവ് രാജ് MV എന്നിവർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഈ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലൂടെ ജനാധിപത്യ സമ്പ്രദായം നേരിട്ട് അനുഭവിച്ചറിയുകയായിരുന്നു കൂക്കാനത്തെ കുട്ടികൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ പാട്യമ്മ AUP സ്കൂളിൽ ക്യാഷ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റ് K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കകത്തെ 6 പൊതുവിദ്യാലയങ്ങളിൽ മികച്ച പഠന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ 21 വർഷമായി ബാങ്ക് ക്യാഷ് അവാർഡ് നൽകി വരുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഈ അവാർഡ് നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കരിവെള്ളൂർ പാട്ടിയമ്മ സ്കൂളിലും ക്യാഷ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. ബാങ്ക് മുൻ പ്രസിഡന്റ് K നാരായണൻ ക്യാഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗം വലിയ തരത്തിൽ മുന്നോട്ട് കൈവരികൾ കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കരിവെള്ളൂർ സർവീസ് ബാങ്കിൽ ഓരോ ക്ലാസ്സിലും ചടങ്ങിൽ ഭരതൻ PP അധ്യക്ഷനായി. പ്രധാനാധ്യാപിക മീന AV, കുഞ്ഞികൃഷ്ണൻ, സുനൈദ OT, EP മോഹനൻ, സുഷമ K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കൃഷിപാഠം പകരുന്നതിനായി കരനെൽ കൃഷിക്ക് വിത്തിറക്കി ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. 90 എന്ന നാടൻ നെൽവിത്താണ് വിളയിറക്കിയത്. പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് കൃഷിപാഠം പകരുന്നതിനായി കരനെൽ കൃഷിക്ക് വിത്തിറക്കി ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. 90 എന്ന നാടൻ നെൽവിത്താണ് വിളവിറക്കിയത്. പരമ്പരാഗത കർഷകനായ നാരായണൻ PV വിത്തിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ലീന PV അധ്യക്ഷത വഹിച്ചു. ബാബു OP, ലത PV, ശ്രീജ കപിൽ, ഷിബു K, വത്സൻ മാസ്റ്റർ, സൂരജ് കക്കറയിൽ, വിജയശ്രീ, സജിത K തുടങ്ങിയവർ പങ്കെടുത്തു. പച്ചക്കറിയും വാഴയും കൃഷി ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാലയം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെമ്പ്രകാനത്ത് പ്രവർത്തിക്കുന്ന ചിത്രശില്പകലാ അക്കാദമിക്ക് വിഷ്വൽ ആർട്സ് കോഴ്സ് നടത്തുന്നതിനുള്ള സർക്കാർ അംഗീകാരം ലഭിച്ചതായി സ്കൂൾ ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ 30 സീറ്റുകളിലേക്ക് അഡ്മിഷൻ ജൂലൈ മാസം ആരംഭിക്കും. ചെമ്പ്രകാനത്ത് പ്രവർത്തിക്കുന്ന ചിത്രശില്പകലാ അക്കാദമിക്ക് വിഷ്വൽ ആർട്സ് കോഴ്സ് നടത്തുന്നതിനുള്ള സർക്കാർ അംഗീകാരം ലഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ 30 സീറ്റുകളിലേക്ക് അഡ്മിഷൻ ജൂലൈ മാസം ആരംഭിക്കും. SSLC ആണ് കുറഞ്ഞ യോഗ്യത. സാങ്കേതികമായ കഴിവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 30 ദിവസത്തെ കോഴ്സ് സൗജന്യമായി നൽകിയതിനു ശേഷം വിദ്യാർത്ഥികളെ കോഴ്സിലേക്ക് തെരഞ്ഞെടുക്കും. പഠന മികവ് തെളിയിക്കുന്ന 5 വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകും. പഠനത്തോടൊപ്പം കലാപരമായ ജോലി ചെലവ്, പഠന ചെലവ് കണ്ടെത്തുവാനുള്ള അവസരവും ഒരുക്കും. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപക ജോലി ഉൾപ്പെടെ വിവിധ കമ്പനികളിലേക്ക് ജോലി നൽകുവാനും സഹായിക്കും. മാധ്യമ സമ്മേളനത്തിൽ ചിത്രശില്പകലാ അക്കാദമി ചെയർമാൻ രവീന്ദ്രൻ തൃക്കരിപ്പൂർ, ചിത്രശില്പകലാ അക്കാദമി PTA രക്ഷാധികാരി M പവിത്രൻ, ചിത്രശില്പകലാ അക്കാദമി PTA ട്രഷറർ ധന്യ പുലിക്കോടൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി യുവപ്രതിഭ കുണിയന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് SSLC +2 LSS USS ഉന്നത വിജയികളെയും 2023 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കരിവള്ളൂർ രത്നകുമാറിനെയും പോലീസ് പരീക്ഷയിൽ 8ാം റാങ്ക് നേടിയ സരീഷ് K, 39ാം റാങ്ക് നേടിയ അമൽചന്ദ്രൻ എന്നിവരെയും അനുമോദിച്ചു. TV നാരായണൻ മാസ്റ്റർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് താൽദർപ്പണ കുണിയൻ അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ പക്ഷാചരണം കവിയും എഴുത്തുകാരനുമായ K സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ പക്ഷാചരണം കവിയും എഴുത്തുകാരനുമായ K സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പുസ്തകങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാനുള്ളതല്ല, അവയുടെ ഉള്ളടക്കം വായിക്കുവാനും അറിയാനും ആസ്വദിക്കാനും ഉള്ളതാണെന്നും ഈ വസ്തുത തിരിച്ചറിഞ്ഞ് വായിക്കാൻ കുട്ടികൾ തയ്യാറാകണമെന്നും പാട്ടുകളും കഥകളുമായി കുട്ടികളുമായി സംവദിച്ച സുകുമാരൻ മാസ്റ്റർ പറഞ്ഞു. കാലം വന്നപ്പോൾ തന്റെ തന്നു നിന്റെ തീരുമാറു തന്നു നിന്റെ കൈകൾ കഴിഞ്ഞു തന്നു. അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. 2024-25 അധ്യയന വർഷത്തെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി പുസ്തകങ്ങളുടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെയും പ്രദർശനവും നടന്നു. പരിപാടിയിൽ PTA പ്രസിഡന്റ് രാജൻ P അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാജശ്രീ, സീനിയർ അസിസ്റ്റന്റ് വിനീത ടീച്ചർ, വിദ്യാരംഗം കൺവീനർ ഹരിത ടീച്ചർ, അൻഫസ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം മെഡിക്കൽ കോളേജ് യൂണിയൻ പിടിച്ചെടുത്ത KSU MSF മുന്നണി. 15-ൽ 12 സീറ്റും KSU MSF സഖ്യത്തിന്. 3 സീറ്റിൽ SFI എതിരില്ലാതെ നേടിയിരുന്നു. KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KP സജിത്തുലാൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. KPCC മെമ്പർ റിജുൽ മക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി രാമപുരത്ത് കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നുണ്ടായ ആസിഡ് ചോർച്ച പരിഹരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ ടാങ്കർ ലോറിയുടെ വാൾവടച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്ത പോലീസ്. ചെറുപുഴ ഭൂതാനത്ത് ക്യാൻസർ രോഗിയായ അമ്മയെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ച മകൻ പോലീസ് കസ്റ്റഡിയിൽ. മാതാവായ നാരായണിയെ കൊല്ലാൻ ശ്രമിച്ചത് മകൻ കോട്ടയിൽ സതീഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.